വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ സത്യൻ മുളയങ്കുടത്ത്. ശനിദോഷങ്ങൾ അനുഭവിക്കുന്ന കാലഘട്ടം വളരെയധികം ദുരിതങ്ങൾ നിറഞ്ഞു തന്നെയാണ്. ഏഴരശനി ആവട്ടെ, കണ്ടകശനി ആവട്ടെ. അപ്പൊ കണ്ടകശനി കൊണ്ടേ പോകുള്ളൂ എന്ന് പറയും നാടൻ ഭാഷയിലൊക്കെ. അപ്പൊ അത് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് അത് പറ്റാതിരിക്കില്ല. എങ്ങനെ ശരീരത്തിലോ കുടുംബത്തിലോ അദ്ദേഹത്തിന്റെ ജീവിതത്തിലോ കർമ്മമേഖലയിലോ ഏതിലെങ്കിലും കൊണ്ടേ പോകുമോ, അല്ലെങ്കിൽ ആളെയും കൊണ്ടേ പോകുള്ളൂ, മരിച്ച് ചിലപ്പോൾ മരണം വരെ സാധ്യമെന്ന് പറയണത് കണ്ടകശനിയിൽ. കണ്ടകശനി എന്ന് പറയുമ്പോൾ 2.5 വർഷമേ ഉള്ളൂ. ശനി ഒരു രാശിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത രാശിയിലേക്ക് പകരണമെങ്കിൽ 2.5 കൊല്ലം കഴിഞ്ഞിട്ടേ മാറുക. അതേ കണക്കിൽ നോക്കുമ്പോൾ തുടർച്ചയായിട്ട് 3 രാശി കഴിയുമ്പോഴാണ് ഏഴരശനി വിട്ടുപോകുക. ഒരു വ്യക്തി ജനിച്ചിട്ടുള്ള ആ രാശിയുടെ ആ നക്ഷത്രത്തിനെ അങ്ങനെ രാശിയെ തിരിക്കും. ഇപ്പൊ മകരൻ രാശി, കുംഭൻ രാശി. ഇപ്പൊ കുംഭൻ രാശിയിലാണ് നിൽക്കുന്നത്. തിരുവോണം, അവിട്ടം, ചതയം. തിരുവോണം, അവിട്ടം, ചതയം ഈ നക്ഷത്രക്കാർക്ക് അത് മകരൻ രാശിയിൽ വരുമ്പോൾ തുടങ്ങും ഏഴരശനി ആരംഭം. അത് കഴിഞ്ഞ് കുംഭൻ രാശി കഴിഞ്ഞ് മീനൻ കഴിഞ്ഞ് വിട്ടു പോകുമ്പോഴാണ് ഏഴരശനി പൂർണ്ണമാകുക. 7.5 കൊല്ലം കഴിയുക. അത് ആ സമയം വളരെയധികം ദുരിതങ്ങൾ നിറഞ്ഞതാ. അതേപോലെ തന്നെ തിരുവോണം, അവിട്ടം, ചതയം, പൂരോരുട്ടാതി പറയും. പൂരോരുട്ടാതി, ഉത്രട്ടാതി, രേവതി ഇവർക്കും ഏഴരശനി തന്നെയാണ്. ഉത്രാടത്തിൽ മുക്കാലും, തിരുവോണം, അവിട്ടം. അപ്പൊ ഉത്രാട നക്ഷത്രക്കാർക്ക് ഉത്രാടത്തിൽ മുക്കാലും തിരുവോണം, മുക്കാൽ ഭാഗമുള്ളവർക്കും ഏഴരശനിയുടെ ഭാഗം തന്നെയാണ് കഴിയാൻ പോകുന്നത്. അപ്പോൾ അത് ഇത്തരം ദുരിതങ്ങള് അവർക്കൊക്കെ അനുഭവിക്കാനുള്ള സാധ്യത പറയുന്നത്. അപ്പൊ പറഞ്ഞു വന്നത്, ഇത്തരം സന്ദർഭങ്ങളില് ആ വ്യക്തികള് മറ്റേതൊരു വ്യക്തികളായിട്ട് വഴക്കോ പ്രശ്നങ്ങളോ ശത്രുതയിലുണ്ടായിരുന്ന കാലഘട്ടത്ത് പറഞ്ഞതോ ചെയ്തതോ പറഞ്ഞ് അതിന്മേല് വാഗ്വാദമായിട്ട്, അല്ലെങ്കിൽ അതിർത്തിനെ സംബന്ധമായിട്ട്, അതിർത്തിയിൽ നിന്ന് മാന്തിയെടുത്തു, അല്ലെങ്കിൽ കൊടുത്ത സ്ഥലം തിരിച്ചു പൈസ കൊടുത്തിട്ട് തിരിച്ചു തന്നില്ല, അല്ലെങ്കിൽ കല്യാണത്തിന് സംബന്ധമായിട്ട്, തൊഴിലിനെ സംബന്ധമായിട്ട് പല വകയിലും വരാം. അപ്പൊ അത് ആ വ്യക്തികൾ പറയുന്ന മറ്റ് ആളുകൾക്ക് ഇഷ്ടമില്ലാതെ, അല്ലെങ്കിൽ അവർക്കത് ഒത്തുവരാതെ പൈസ കൊടുത്തു, ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ രൂപ കൊടുത്തു, പറഞ്ഞ സമയത്ത് തിരിച്ചു തന്നില്ല. അത് തിരിച്ചു തരാണ്ട് ചോദിച്ചപ്പോൾ അവർ തമ്മിൽ കേസ് അത് സ്റ്റേഷനിൽ കയറി കോടതിയിലായി. അല്ലെങ്കിൽ പൈസ തിരിച്ചു കൊടുത്തു, മേടിച്ച ആള് കിട്ടിയ ആള് പറഞ്ഞു എനിക്ക് കിട്ടിയിട്ടില്ല, അങ്ങനെയൊക്കെയും വരാം. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അത് കേസും കാര്യങ്ങളൊക്കെ ഇട്ട് വരുമ്പോ സ്വാഭാവികമായിട്ട് അതിനെ ഉയർത്താനോ അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ ഇവരങ്ങോട്ട് കോടതിയിലേക്ക് പോവാതിരിക്കാനോ അങ്ങനൊക്കെ പല കാര്യത്തിലും വരാം. ഈ ഇതേപോലെയുള്ളതായ പ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തികളുടെ അടുത്ത്, ആ പ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തികളുടെ അടുത്തോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലോ ചില അപേക്ഷിക്കുമ്പോൾ, അങ്ങനെ അപേക്ഷിച്ചാൽ ഉപേക്ഷ കൂടാതെ അവരുടേതായ കാര്യാദികൾ സ്വീകരിക്കുന്ന ചില ക്ഷേത്രങ്ങളോ മൂർത്തികളോ ഒക്കെ ഉണ്ട്. അവർക്ക് ഇതാണ് അവരുടെ ജോലി. അവരുടെ വിളിച്ച് അപേക്ഷിച്ചു കഴിഞ്ഞാൽ അവിടെ ചെല്ലും. കാര്യം സാധിച്ചു കഴിഞ്ഞാൽ എന്താണ് അവർ അവിടെ നേർച്ച ആക്കിയിട്ടുള്ള വെച്ചാൽ അവിടെ എത്തിച്ചു കൊടുക്കുക. ഇല്ല വെച്ചെങ്കിൽ അതിന്റെ ദുരിതം അവരുണ്ടാക്കും. അപ്പൊ ഈ കർമ്മികളാണെങ്കിൽ കർമ്മികൾ അതിന്റെ കൃത്യമായിട്ടുള്ളതായ ഒരു മാരണ പ്രയോഗങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തികളുണ്ടായിരിക്കും. അപ്പൊ ഇതും ഒക്കെ ഈ ഏഴരശനിയോ കണ്ടകശനിയോ ഒക്കെ ഉള്ള ആ സമയത്തായിരിക്കും ആ കുടുംബനാഥന് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുക. നക്ഷത്രം അറിയാത്തവരൊക്കെ ഉണ്ടാവും, എങ്കിലും അവർക്കും ഒക്കെ വരുന്നത് ഇതേപോലുള്ള സന്ദർഭങ്ങളിലാവും കൂടുതൽ പ്രശ്നങ്ങൾ വരിക. അത് സ്ഥലത്തായ ദുരിതങ്ങൾ വരാം. 20-25 കൊല്ലം താമസിച്ചു അതുവരെ ഇല്ലാത്തതായ ദുരിതങ്ങളൊക്കെ വരാം. അവരുടെ സമയങ്ങളൊക്കെ മാറുന്നതിനനുസരിച്ച് അവർക്ക് ദോഷങ്ങൾ അടിക്കടി വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ സ്ഥലത്ത് ശക്തമായിരിക്കുന്ന പ്രേത ദുരിതങ്ങളോ അങ്ങനെയുള്ള ഒരു വരവ് പോക്കൊക്കെ ഉള്ളതായ ഭാഗങ്ങളിലൊക്കെ വീട് വന്നാല്, അല്ലെങ്കിൽ മരണപ്പെട്ട് അടക്കം ചെയ്തിട്ടുള്ളതായ ഭാഗത്താണ് വീടെങ്കിൽ അതിന്റെ ഒരു പരിധി കഴിഞ്ഞാൽ ആ വീട്ടിലേക്ക് വളരെയധികം ദുരിതങ്ങൾ ഉണ്ടാക്കുക. വളരെയധികം ദുരിതങ്ങളാണ്. ഇനിയിപ്പോ അതല്ല, എവിടെയെങ്കിലും പോയി വരുന്ന സമയത്തൊക്കെയോ ഏറ്റുകൊണ്ടിട്ടുള്ളത് പ്രേതാദികളാണ് വെച്ചാലും അതാ ഭയപ്പെട്ടതിനനുസരിച്ച് ചിലത് അവരുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകില്ല, മരിച്ചാലും ആ ബോഡിയിൽ നിന്ന് വിട്ടുപോകില്ല. അങ്ങനത്തെയും ബാധകളുണ്ട്, പ്രേതബാധകളുണ്ട്. അപ്പൊ അതില് ചെയ്യാൻ പറ്റുന്ന കർമ്മങ്ങൾ വെച്ചെങ്കിൽ കൃത്യമായിട്ട് അതിനെ ആചരിച്ച് മാറ്റാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്, ഇവിടെ ബാധാദോഷങ്ങളൊക്കെ വരുന്ന സമയത്ത് ശക്തമായിരിക്കുന്നതായ ഉപദ്രവമാണ് ഉണ്ടാവുക, അദ്ദേഹത്തിന് വരിക. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വീട്ടില്
നാട്ടില് മക്കളുടെ ഇടയിൽ, ഭാര്യയുടെ ഇടയിൽ, അല്ലെങ്കിൽ ഭാര്യയാണെങ്കിൽ തിരിച്ചും ഭർത്താവിനും മക്കൾക്കും നാടിനും വീടിനൊക്കെ വിരോധികളായിട്ട് വരിക, ശാരീരികമായിട്ടുള്ളതായ ബുദ്ധിമുട്ടുകൾ, അസ്വസ്ഥതകൾ, സാധാരണ പോലെ തന്നെ ശരീരമൊക്കെ ഇങ്ങനെ അടിച്ചമർത്തിയ പോലുള്ള വേദനകൾ വരിക, തലവേദന ഉണ്ടാക്കുക, ചിലവർക്ക് വയറുവേദനയാണ് വരിക, പ്രശ്നങ്ങൾ കൂടുതലുണ്ടാകുക. അപ്പൊ ശാരീരികമായിട്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, സാധാരണ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞ് ഡോക്ടറിനെ സ്വാഭാവികമായിട്ട് കാണിക്കണം. അപ്പൊ അങ്ങനെ കാണിച്ചിട്ടും അതൊരു തരമില്ലാത്ത തരത്തിൽ, അല്ലെങ്കിൽ മാറ്റമില്ല, മരുന്ന് കഴിച്ചിട്ടും അത് ഏൽക്കുന്നില്ല, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോഴാണ് അതിനോട് കൂടി ചേർന്ന് ഉറക്കില്ലായ്മയോ, പിച്ചും പേയും വിളിച്ച് പറയാ, അതേപോലെ തന്നെ വഴക്കുണ്ടാക്കുക, കാരണമില്ലാണ്ട് വഴക്കുണ്ടായി കഴിഞ്ഞ് മുഖത്തിന്റെ ഒക്കെ ഭാവങ്ങൾ മാറുക, അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും കാണാം. അപ്പൊ സർവ്വസാധാരണമായിട്ടുള്ളത് ഒരു സംഭവം അല്ല. അയാൾക്ക് പ്രത്യേകിച്ചായിട്ട് എന്തോ കാണുന്ന വ്യക്തിക്ക് ചിലപ്പോൾ കൂക്കി വിളിക്കുക, ഓടുക, അല്ലെങ്കിൽ എന്തൊക്കെയോ കണ്ടിട്ടുള്ള ഒരു ആൾക്ക് മാത്രം കാണാവുന്ന തരത്തിൽ എന്തോ കണ്ടു, അതിനെ പേടിച്ച് കണ്ണൊക്കെ പൊത്തിയിട്ട് അല്ലെങ്കിൽ ചെവി കുത്തിയിട്ടൊക്കെ ഇരിക്കുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ ആരോ പിന്നിലുണ്ട്, അങ്ങനെ പലതരത്തിലുള്ളതായ ദുരിതങ്ങളാണ് ഉണ്ടാകുക. അപ്പൊ ആ കുടുംബത്തേക്ക് മൊത്തം ദോഷങ്ങൾ വരിക. അപ്പൊ ഒരു വ്യക്തിക്ക് തന്നെ ഏഴരശനി എന്ന് പറയാൻ പറ്റില്ല. വീട്ടുകാർക്ക് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ മക്കൾക്കോ അച്ഛനും അമ്മയ്ക്കോ ഏഴരശനിയോ കണ്ടകശനിയൊക്കെ വരാം, അഷ്ടമശനിയൊക്കെ വരാം. അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിൽ എല്ലാ 2-3 ആൾക്കും ഏഴരശനിയൊക്കെ വരുന്നുള്ളവരുണ്ട്, മക്കളുള്ളതിനനുസരിച്ച്. അപ്പൊ ഇവിടെ അങ്ങനെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ദോഷങ്ങൾ ഇരട്ടിയാകുക. അപ്പൊ ഇതിനൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നല്ലൊരു ആദ്യം ഡോക്ടറെ കാണിക്കുക രോഗങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ, എന്നിട്ടും ശമനം അല്ലെങ്കിൽ നല്ല ജ്യോത്സ്യനെ കാണിക്കുക. ചിലതൊക്കെ ഇങ്ങനെ അവിടെ ഒരു കർമ്മീനെ കണ്ടു, ഇവിടെ ഒരു കർമ്മീനെ കണ്ടു, ആ കർമ്മം ചെയ്തു, ഇവിടെ കർമ്മിക്കുക, അങ്ങനെ അതൊരു ഗത്യന്തരലായിട്ട് അത് പോകുന്ന പോലെ ഉണ്ടാവുക. കൃത്യമായിട്ട് അതിന് മാറ്റം ഉണ്ടാവില്ല. കാരണം അതിന് കൃത്യമായിട്ടാവില്ല അറിഞ്ഞിട്ട് ചെയ്യണ്ടാവുക. അപ്പൊ അത് അറിഞ്ഞിട്ട് ചെയ്യണ്ടെങ്കിൽ ശരിക്കുള്ളതായ ബാധാദോഷങ്ങളൊക്കെ മാറ്റി ശക്തിദോഷങ്ങൾ അല്ലെങ്കിൽ പ്രേതബാധകൾ അതൊക്കെ ഉണ്ട് വെച്ചാൽ അതിന് കൃത്യമായിട്ട് കർമ്മങ്ങൾ തന്നെ ചെയ്യണം. ചിലതൊന്നും ഒറ്റയടിക്ക് വിട്ടുപോകുന്നത് ഉണ്ടാവില്ല, 2-3 തവണ ചിലപ്പോൾ കർമ്മങ്ങൾ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ വല്ല ദുർമരണങ്ങൾ, തൂങ്ങി മരണം, വിഷം മേടിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ തല്ലിക്കൊല്ലുക, അല്ലെങ്കിൽ തീയിൽ വെന്ത് മരിക്കുന്നത്, അല്ലെങ്കിൽ വിഷം കുടിച്ചിട്ടുള്ളത്, വെള്ളത്തിൽ വീണ് മരിച്ചിട്ടുള്ളത്, അങ്ങനെ ദുരിതങ്ങളായിട്ടിരിക്കുമ്പോൾ ചെറുപ്രായത്തിൽ തന്നെ ഇതുപോലെ ദുരിതങ്ങൾ അനുഭവിച്ചു അവരുടേതായ ജീവിതത്തിലുള്ള സന്തോഷങ്ങളും മറ്റും അനുഭവിക്കാൻ പറ്റാതെ പോയിട്ടുള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ അത് മറ്റുള്ളവരെ കൂടി ജീവിക്കുന്ന ഒരു അനുഭവം ഉണ്ടാവും, മറ്റുള്ളവരിൽ കൂടി ജീവിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അത് വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് ചിലവരൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അത് പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. 1, 2, 3 ചിലപ്പോൾ തവണയൊക്കെ ചിലപ്പോൾ ആവാഹിക്കേണ്ടതായിട്ട് വരും. അപ്പോഴേക്കാണ് ആ സാധനം എടുത്ത് വിട്ടുപോവുക. അപ്പൊ ഇത് ഇങ്ങനെ വരുമ്പോ എന്ന് പറഞ്ഞാല് ചിലവര് വേറെ കർമ്മങ്ങൾ മാത്രം ചെയ്യും, എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യും, ആവാഹിക്കലുണ്ടാവില്ല, അല്ലെങ്കിൽ എല്ലാം ശരിയായിക്കൊള്ളൂട്ടാന്ന് പറഞ്ഞിട്ട് മൊത്തം ചെറിയൊരു കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് എന്താ വെച്ചെങ്കിലൊക്കെ ഹോമകുണ്ടത്തിലൊക്കെ ഇട്ടിട്ട് നടക്കുന്നൊരു കാര്യം പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അമ്പലങ്ങളിലേക്ക് മാത്രം വഴിപാട് കൊടുത്തിട്ട് നടക്കുന്നവരുണ്ടാവും. അവർക്ക് കർമ്മം ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് വിശ്വാസം ഉണ്ടാവില്ല, ഒക്കെ തട്ടിപ്പാന്ന് പറയും. എന്നിട്ട് ഇതേപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ നടക്കുകയും ചെയ്യും, അതിട്ട് ശരിക്ക് മാറൂല. അപ്പൊ എന്നിട്ട് അതിനെ കുറ്റം പറഞ്ഞിട്ട് അവർ നീങ്ങും. അപ്പോൾ ഈ വ്യക്തിക്ക് ഇത് മാറ്റം ഉണ്ടാവില്ല. ആ സമയം നല്ലൊരു ജ്യോത്സ്യനെ കണ്ടിട്ട് ലഗ്നത്തിന്റെ സമയത്തിന് പറഞ്ഞു, ഇനി സ്ഥലത്തിന്റെ സംബന്ധമായിട്ടോ ആ കുടുംബ സംബന്ധമായി, ചിലവർക്ക് വാടകയ്ക്ക് താമസിക്കുന്നവരായിരിക്കും, ചിലവര് സ്ഥലം വീടും കൂടി മേടിക്കുന്നതായിരിക്കും. അപ്പൊ ഇതിന്റെ മുന്നേ ഈ സ്ഥലത്ത് എന്ത് നടന്നിട്ടുണ്ടോ, ഈ വീട് വെച്ചതിന് ശേഷമോ വീട് വെക്കുന്നതിന് മുൻപ് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് ആർക്കും അറിയില്ല. അപ്പൊ അങ്ങനെ മരണങ്ങളോ ദുരിതങ്ങളോ ഒക്കെ ഉണ്ടായാലും സർപ്പക്കാവൊക്കെ നിൽക്കുന്ന സ്ഥലത്താണ് അവർ വീട് നിൽക്കുന്നത് വെച്ചെങ്കിൽ ഭയങ്കര അനർത്ഥങ്ങൾ ഉണ്ടാകാം. എന്നാൽ അതിന്റെ തൊട്ടപ്പുറത്തേക്ക് മാറി ഈ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോ അവരുടെ ആ നിത്യജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന നെഗറ്റീവ് ശക്തികളുടെ അക്രമം അല്ലെങ്കിൽ ഇവരിൽ ജാസ്തിയായിട്ട് കാണുന്നത് കൂടുതലായിട്ട് കാണിക്കുക. അപ്പൊ അതിനെ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇവരെ ശരീരത്തിൽ നിന്നോ ആ സ്ഥലത്തു നിന്നോ വിട്ടുപോകുന്നതായ സംഭവങ്ങളാണെങ്കിൽ പൂർണ്ണമായിട്ട് വിട്ടുമാറി ഇവർക്ക് സുഖാവും. അല്ലെങ്കിൽ ഇതിന്റെ ശിലകളോ അല്ലെങ്കിൽ മരണം ചെയ്തു പോയിട്ടുള്ള വ്യക്തിയുടെ ഈ ബോഡികളൊക്കെ ഇതിലുണ്ട് വെച്ചെങ്കിൽ അത് ഒരു കാലത്തും പോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം അവരുടെ സാന്നിധ്യം അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പൊ അത് അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ മൊത്തം അവിടെ കിളച്ചിട്ടൊക്കെ മാന്തി ആ സാധനമൊക്കെ എടുത്ത് കളഞ്ഞാലാണ് സുഖമാവുക. അപ്പൊ ഇത് ഒരാൾ വീട് വെച്ചു അവിടെ താമസിക്കുമ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര പ്രശ്നങ്ങളായി, അവിടെ താമസിക്കാൻ പറ്റാണ്ടായി എന്ന് കണ്ടാൽ ഒന്നുകിൽ ഇത് വാടകയ്ക്ക് കൊടുത്തിട്ട് അവർ വേറെ പോകും, അല്ലെങ്കിൽ വിൽക്കും. ആ വിൽക്കുന്നതാലും ശരി വാടകയ്ക്ക് വരുന്നാലും ശരി അവരനുഭവിച്ച പോലെ തന്നെ ഇവരുണ്ടാവുക. ഇവരും വരണത് വല്ല പ്രേതദോഷങ്ങളോ മറ്റുള്ള ദുരിതങ്ങളൊക്കെ ആയിട്ട് ഇവരും വരുന്നുണ്ടാവുക. അപ്പൊ അത് ഇതും കൂടിയാകുമ്പോൾ
ഇവര് ശരിക്കും മരിച്ചു ജീവിക്കാൻ തുല്യമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകുക. ഞാൻ നാളെ ഇതുപോലെ ഒരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞു, അങ്ങനെ നമ്മുടെ ലോകത്തിൽ പണ്ട് ഒരുപാട് യുദ്ധങ്ങളൊക്കെ നടന്നിട്ടുള്ളതാണ്. അപ്പൊ അവിടെ ഉള്ളവർക്ക് എന്ത് വേണം എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പൊ ചിലപ്പോ ഇതൊന്നും ഇപ്പൊ ഞാൻ പറയാം, നല്ലൊരു കനല്, നല്ലൊരു ഇപ്പൊ തമിഴ്നാട്ടിൽ കാണാം, ഈ സീസണായി കഴിഞ്ഞാൽ അവരുടെ ആഘോഷങ്ങൾക്കൊക്കെ ഒരു 2-3 മീറ്റർ നീളം വീതിയിലൊക്കെ ആകെ അങ്ങനെ ലോറി വെറുകൾ കൊണ്ടുവന്നിട്ട് അത് കൊണ്ടുവന്നിട്ട് അങ്ങനത്തെ ഒന്ന് സങ്കല്പിക്കുക. ഇപ്പൊ സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അല്ലാത്തൊരു മനുഷ്യനെ അതിൽ കിടക്കാൻ പറ്റുമോ? അതിന്റെ ഒരു പരിധി വിട്ട് കഴിഞ്ഞിട്ടാവും ഞാൻ നിൽക്കാനോ ഇരിക്കാനോ കിടക്കാനോ പറ്റുള്ളൂ. ചിലവർ അത്യധികം ഭക്തിയുടെ അതിൽ വന്നിട്ട് ചിലവരൊക്കെ അത് നടന്നു പോകുന്നവരുണ്ട്, ഓടി പോകുന്നവരുണ്ട്, സുഖമായിട്ട് നടന്നു പോകുന്നവരുണ്ട്, ഒരു പ്രശ്നമില്ലാതെ. അതൊക്കെ ആ വ്രതത്തിന്റെയും മനസ്സിന്റെയും ഒരു ശക്തിയാണ്. ഞാൻ പറഞ്ഞു വന്നത്, സാധാരണ ഒരാൾക്ക് ഇങ്ങനെ കത്തുന്ന തീൻ്റെ അരിച്ചിരിക്കാനായിട്ട് കിടക്കാൻ പറ്റും? നമ്മൾ കുറച്ചേരൊക്കെ ഒന്ന് ചൂടായ ഇതിൽ വന്ന് കിടക്കാൻ പറ്റും? അങ്ങനെ സങ്കല്പിക്കുക. അപ്പൊ ഈ മരണപ്പെട്ടു പോയിട്ടുള്ള സംഗതികളൊക്കെ കിടക്കണം, അതിന്റെ മീതെ കിടക്കുന്നത് വെച്ചാൽ ശരിക്കും പണി കിട്ടും. അപ്പുറത്തും ഇപ്പുറത്തുള്ള വീട് വെച്ചാൽ യാതൊരു കുഴപ്പമില്ല, അത് നമ്മൾ പറയണില്ല. അപ്പൊ ഇതിൽ പെട്ടിട്ടുള്ള ദുരിതം ഉണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. അപ്പൊ അത് ഇങ്ങനൊക്കെ വരുന്ന ആളുകൾക്ക് അത് സമനില തെറ്റി മാനസികമായിട്ടുള്ള അവസ്ഥ തെറ്റി അത് കുറേ കഴിയുമ്പോൾ അദ്ദേഹം ഒരു ലോകത്തേക്ക്, അദ്ദേഹത്തിന്റെ ലോകത്തേക്ക് മാത്രമായിട്ട് ചുരുങ്ങും. ചില വ്യക്തികൾ ചിലപ്പോൾ നമ്മളിൽ നിന്നും, ഈ സാധാരണ ആളുകളിൽ നിന്ന്, അച്ഛനും അമ്മയിൽ നിന്നും മക്കളിൽ നിന്നും ഭർത്താവിൽ നിന്നൊക്കെ മാറി അവർ ഒറ്റപ്പെട്ട് അതിനിരിക്കുക, ഇരുട്ടിന് ഇഷ്ടപ്പെടുക, അങ്ങനെ സംസാരിക്കുക, അല്ലെങ്കിൽ ആരൊക്കെ വരിക അവരെ കാത്തിരിക്കുക, അല്ലെങ്കിൽ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയും. അങ്ങനെ സംസാരിച്ച് ആ വ്യക്തികൾ ഇല്ലാച്ചിൽ ഇയാൾ ആരോടൊക്കെ കൊണ്ട് സംസാരിച്ച് അങ്ങനെ 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 ആയിട്ട് പിന്നെ അത് ഒഴിക്കാൻ പറ്റാത്ത തരത്തിലും വരാം. അതും ഒഴിക്കാൻ പറ്റാത്ത തരത്തിലും വരാം. അപ്പൊ ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്താലും ഡോക്ടറൊക്കെ കണ്ടിട്ട് അദ്ദേഹത്തിന്റെ ആ നാടി ഞരമ്പുകളൊക്കെ ഒന്ന് കൃത്യമാവാനായിട്ട് മരുന്നും കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പൊ ഈ പറഞ്ഞു വന്നത്, ശത്രുദോഷങ്ങള് കേടരശനി, കണ്ടകശനി പോലുള്ള സമയത്ത് നിറയെ വരാം. അതിന് കൃത്യമായിട്ട് ചിലപ്പോൾ ശരിയായില്ല എന്ന് വരാം. അതിന് ശരിയാക്കുക. അതിലുപരി അവരുടെ ധർമ്മദൈവങ്ങള്, ഈ വ്യക്തികൾക്ക്, ഈ കുടുംബക്കാർക്ക് ദുരിതങ്ങൾ വരുന്നതിന് മുൻപ് തന്നെ അവർ വെച്ചാരാധിക്കുന്നതായ ധർമ്മദൈവാദികളുടെ തന്നെ ശക്തി പോയിട്ടുണ്ടാവും. കാരണം അവരോടൊക്കെ ശക്തി ഉണ്ട് വെച്ചിട്ട് ഒരുപാട് ദുരിതങ്ങളെ പിടിച്ചു നിർത്തുക അവര്. അതങ്ങനെയാണ് അതിന്റെ ശരി, കണക്കങ്ങനെയാ. അപ്പൊ അത് അവരെ ആദ്യം പോയിട്ടുണ്ടാവും. അപ്പൊ ഈ വ്യക്തികളുടെ ദുരിതങ്ങളൊക്കെ മാറ്റി, ഇവരുടേതായ ദോഷങ്ങൾ മാറ്റി, ഒപ്പം തന്നെ ഇവരുടെ ശരീരത്തിൽ നിൽക്കുന്ന പ്രേതദോഷങ്ങളും മറ്റു ദുരിതങ്ങളും അവരിനും കൃത്യമായിട്ട് അവിടെ നിന്ന് നീക്കം ചെയ്യണം. നല്ല രൂപത്തിൽ തന്നെ അവരുടെ മാറ്റം. അതിനുള്ള കർമ്മങ്ങളുണ്ട്. പ്രേതകർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിന് ഒരു ഗതി വരുന്ന സംഗതികളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെയാണ് ധർമ്മദൈവങ്ങൾക്ക്. ആ ധർമ്മദൈവ ക്ഷേത്രം അത് കൃത്യമാക്കിയിട്ട് അവിടുത്തെ ദുരിതങ്ങൾ മാറ്റി, ഇരിക്കുന്ന പ്രതിഷ്ഠകളൊക്കെ ശരിയാണോ എന്ന് നോക്കി, അവർക്ക് കർമ്മം കിട്ടുന്നത് കൈക്കൊള്ളുന്നുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് ചെയ്യേണ്ട കർമ്മമാണോ ചെയ്യുന്നത്, ഇരിക്കുന്ന സ്ഥാനത്താണോ ഇരിക്കുന്നത്, അത് അശുദ്ധികളുണ്ടോ, ദുരിതങ്ങളുണ്ടോ, ഇപ്പോൾ ബാത്റൂമിന്റെ അടുത്താണോ, അതേപോലെ തന്നെ സെപ്റ്റിക് ടാങ്കിന്റെ അടുത്താണോ, കുടിമുറിയുടെ അടുത്താണോ, അവിടുന്ന് വേസ്റ്റ് വെള്ളം വരുന്ന സ്ഥലത്താണോ, അതൊക്കെ ശ്രദ്ധിക്കണം. അതൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ആ ധർമ്മദൈവങ്ങളുടേതായ ശക്തിനെ ഇല്ലാണ്ടാക്കണം. ദുരിതമാണ്, നമ്മളായിരിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ കൃത്യമാക്കി അവർക്ക് കർമ്മപ്രീതി വരുത്തി ഇതിനെപ്പെടുത്തി കഴിഞ്ഞാൽ വളരെയധികം രക്ഷകൾ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ദേഹരക്ഷ, അതും ഈ വ്യക്തി കൂടുതൽ ദുരിതം ഉണ്ടായിരുന്ന ആള് അങ്ങനെ ധരിക്കുന്നത് വളരെ നല്ലതാണ്. സ്ഥലരക്ഷയ്ക്കും അങ്ങനെ തകിടൊക്കെ വയ്ക്കും നല്ലതാണ്. അപ്പോ ഇത് ഇത്തരം ആളുകളൊക്കെ ഉണ്ട് വെച്ചെങ്കില് അത് രോഗങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഡോക്ടറെ കാണുക. ഡോക്ടറെ കണ്ടിട്ട് നല്ല ചികിത്സകൾ കൊടുക്കുക. എന്നിട്ടും മാറാത്തതാണെന്ന് വെച്ചെങ്കിൽ നല്ലൊരു ജ്യോത്സ്യനെ കണ്ടിട്ട് ഈ കാര്യങ്ങൾക്ക് ഉള്ളതായ പരിഹാരങ്ങൾ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ദുരിതമനുഭവിക്കുന്നവർ കൃത്യമായിട്ട് മാറ്റങ്ങൾ ഉണ്ടാകും. അങ്ങനെ ദുരിതമനുഭവിക്കുന്ന ആളുകൾക്ക്, കർമ്മം ചെയ്യുന്ന ആളുകൾക്ക്, ആ ദുരിതങ്ങൾ വേർപാടൊക്കെ നടത്തുന്ന ആളുകൾക്ക് കൃത്യമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. ഈശ്വരന്റെ അനുഗ്രഹത്താൽ അവർക്ക് സുഖപ്പെടട്ടെ. എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.